നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. കിളികളെ, സൂര്യചന്ദ്രബിംബമേ, പ്രകൃതിയാം സത്യമേ, പുഴകളെ, നാട്ടുവഴികളെ, മറയരുതേ, മായരുതേ, മനസ്സിൽ നിന്നും മായരുതേ. ഹൈ, മറ്റു കലകളെപ്പോലെ തെക്കൻ തിരുവിതാംകൂറിൻ്റെ തനത് കലാരൂപമായ വിൽപ്പാട്ടിനെയും സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹ സ്വാഗതം. നവ്യഭാവങ്ങളിൽ കാലം വരച്ചിട്ട നവഭാവനയാം വേദിയിൽ മനസ്സിൻ്റെ രത്ന കവാടം തുറക്കുന്നു, ദീപം തെളിക്കുന്നു ഇവിടെ ഞങ്ങൾ. ദീപം തെളിക്കുന്നു ഇവിടെ ഞങ്ങൾ. ജീവനാമില്ലുതൻ കാമിതശ്രുതിയിൽ ജീവിത നേരിൻ്റെ തുടിതാളമാകുവാൻ താളം പിഴയ്ക്കാത്ത ലക്ഷ്യബോധങ്ങളുടെ തേരൂരിൽ പാടുകളിൽ കാലിടറാതെ കഥ പറഞ്ഞീടാ സംഗീതമേഘ താളമേളങ്ങളെ ധന്യമാക്കാ. ഞങ്ങൾക്ക് മുമ്പേ നടന്നുപോയ എല്ലാ നല്ല മനസ്സുകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഞങ്ങൾ കഥയിലേക്ക് കടക്കട്ടെ. മലയാള ഭാഷതൻ തറവാട്ടിൽ നിന്നൊരു ചാരുത തെല്ലും കൊഴിയാത്ത ഗ്രന്ഥമാ. മലയാള ഭാഷതൻ തറവാട്ടിൽ നിന്നൊരു ചാരുത തെല്ലും കൊഴിയാത്ത ഗ്രന്ഥമ ഐതിഹ്യമാല. രുദ്രാക്ഷമാല, ജപമാല, താലിമാല എന്നൊക്കെ കേട്ട് അതുപോലത്തെ ഏതെങ്കിലും ഒരു മാലയായിരിക്കും അല്ലേ ആശാനെ? അതെ, മാല എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാല എന്നായിരിക്കും വിചാരിക്കുക. പക്ഷെ എന്നാൽ ഈ ഐതിഹ്യമാല എന്ന് പറയുന്നത് എന്താണെന്ന് ഈ കാലഘട്ടത്തിലും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് നമ്മളുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതിൽ സുഗുണൻ ആശാനെ അത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. അത് പറയാം. പരമ്പരാഗതമായി
വാമൊഴിയിലൂടെ തലമുറകളിൽ നിന്നും പകർന്നു കിട്ടിയ വസ്തുക്കളിൽ അധിഷ്ഠിതമായ കഥകളാണ് ഐതിഹ്യങ്ങൾ. ഇതി ഇപ്രകാരം ഹ പ്രസിദ്ധം എന്നർത്ഥമുള്ള 2 ശബ്ദങ്ങളിൽ നിന്നാണ് ഐതിഹ്യം ഉണ്ടാകുന്നത്. ഐതിഹ്യങ്ങളിൽ പലതിനും ചരിത്ര തെളിവുകൾ ഉണ്ടാകണമെന്നില്ല. എങ്കിലും മതപരവും സാമൂഹികവും സാമുദായികവുമായ അന്നത്തെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഏകദേശ രൂപം ഐതിഹ്യ കഥകളിൽ കലർന്നു കാണാം. കേരളത്തിൽ പ്രചാരത്തിലുള്ള ഇത്തരത്തിലുള്ള ഐതിഹ്യങ്ങൾ സമാഹരിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഇദ്ദേഹത്തിന് സംശയപ്പോൾ തോന്നിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല. ഇപ്പൊ പിടികിട്ടി ആശാനെ, പിടികിട്ടി. നിങ്ങളാരും മറക്കരുത് കേട്ടോ. ഞാൻ മറക്കുമോ എന്തോ. എന്റെ ഡാഡി പറയും എനിക്ക് അരണബുദ്ധിയാണെന്ന്. തീർച്ചയായിട്ടും നല്ല വിവരമുള്ള മനുഷ്യനാണ്, അതാണ് അരണബുദ്ധി എന്ന് പറയുന്നത്. എന്തായാലും പോട്ട്, ആ ബുദ്ധിയെ കുറിച്ചൊന്നും നമുക്കിവിടെ സംസാരിച്ച് കളയേണ്ട സമയമില്ല. എന്നാൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ഐതിഹ്യമാലയിൽ പറയാതെ പറഞ്ഞു പോയ ഒരു കഥയാണ്. വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന നർത്തനമാണ് തെയ്യം. ഒരാൾ തെയ്യത്തിന്റെ കോലം കെട്ടിക്കഴിഞ്ഞാൽ ആ ആളെ ദൈവമായിട്ടാണ് കരുതുന്നത്. ദേവതകൾ, മരിച്ചുപോയ കാരണവന്മാർ, വീരപുരുഷന്മാർ തുടങ്ങിയ പല കോലങ്ങളും കെട്ടിയാടി വരുന്നു. അതൊക്കെ ആ നാടിന്റെ സാംസ്കാരികമായ ഉത്സവം കൂടിയാണ്. ഇത് നമ്മുടെ നാടിനും നമുക്കും ഒക്കെ സാംസ്കാരികമായ ഉത്സവങ്ങളുണ്ട്. തിരുവിതാംകൂറിൻ്റെ തനത് സാംസ്കാരിക ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ നെടുമങ്ങാട് പ്രദേശത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു സാംസ്കാരിക ഉത്സവമുണ്ട്. തോറ്റംപാട്ട്, ഇങ്ങനെയുള്ള പറണേറ്റ്, ഇങ്ങനെയുള്ള ആ കലാരൂപങ്ങൾ ഉണ്ട്. ഓട്ടം, അതായത് നെടുമങ്ങാട്ട് ഓട്ടം. അതുപോലെയാണ്, അത്തരത്തിലുള്ള ഒന്നാണ് അവിടുത്തെ തെയ്യം എന്ന് പറയുന്നത്. വടക്കൻ വീര കേരള കഥയാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷേ വടക്കൻ വീര കേരള കഥയെ തെക്കൻ പാട്ടു കലയായ വിൽപ്പാട്ടിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അതെ, ഈ മാസം തന്നെ കണ്ണൂരിൽ തെയ്യം കൊണ്ടാടുന്നതാണ്. അപ്പം നമ്മൾ ഇപ്പൊ തെയ്യത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്കത് മനസ്സിലായി ആശാനെ. തീർച്ചയായും അവിടുത്തെ ആഘോഷമാണ്. അങ്ങനെ മങ്ങാട് മന്തപ്പൻ എന്ന ധീരയോദ്ധാവിന്റെ ഓർമ്മയ്ക്കായി കെട്ടിയാടുന്ന തെയ്യത്തിന്റെ ഒരു ഐതിഹ്യ കഥ, ഗ്രാമീണ സംസ്കൃതിയിൽ വിരിഞ്ഞ വർണ്ണ മനോഹര പൂങ്കുലകളായ പുരാവൃത്തങ്ങൾ നിറഞ്ഞ ഒരു കഥ. കതിവനൂർ വീരൻ, കതിവനൂർ വീരൻ, കതിവനൂർ വീരൻ, കതിവനൂർ വീരൻ, മങ്ങാടു ദേശത്തിൻ വീരപുത്രൻ, മനസ്സിലെ മായാത്തൊരോർമ്മയായി പറശ്ശിനി കടവിലെ പതിരില്ല പാട്ടുമായി. അതെ, കഥ കതിവനൂർ വീരൻ. തെയ്യസങ്കല്പങ്ങളിലെ ഏറ്റവും വീരനായ യോദ്ധാവ്, ജീവിച്ച കാലത്ത് ഒരു യോദ്ധാവായി ജനങ്ങൾ അംഗീകരിച്ചതും മരണശേഷം ദൈവമായി മാറുകയും ചെയ്ത ഒരു വീരപുരുഷൻ, അതത്രേ കതിവനൂർ വീരൻ. അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. എവിടെ? അവിടെയാണ് കേരളക്കരയ്ക്ക് അഭിമാനമായി മാറിയ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ വീരപുരുഷന്മാർ ജന്മം കൊണ്ട കണ്ണൂർ ജില്ല. അവിടെ പറശ്ശിനിക്കടവിനടുത്തുള്ള മങ്ങാട് മണിഗ്രാമത്തിലാണ് നമ്മുടെ കഥാപുരുഷൻ പിറന്നു വീണത്. മേത്തളി ഇല്ലത്ത് കുമരപ്പന്റെയും പരക്ക ഇല്ലത്ത് ചക്കിയമ്മയുടെയും ഏകമകൻ. ഏറെക്കാലത്തെ ദാനധർമ്മങ്ങളുടെയും വ്രത പൂജകളുടെയും ഫലമായി ചുഴലി ഭഗവതിയുടെ അനുഗ്രഹത്താൽ പിറന്നവൻ. അവനവർ ഒരു പേരിട്ടു, മന്തപ്പൻ. മങ്ങാട് മന്തപ്പൻ. മന്തപ്പൻ, ചെല്ലപ്പൻ, തങ്കപ്പൻ, പൊന്നപ്പൻ എന്ന് പറയും പോലെയൊക്കെ ഏതെങ്കിലും ഒരായിരിക്കും അല്ലേ ആശാനെ? തീർച്ചയായും അങ്ങനെ ആ നാട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് കിട്ടും. അങ്ങനെ മന്തപ്പൻ പഠിത്തത്തിലൊന്നും അത്ര ശ്രദ്ധാലുവല്ല. പക്ഷേ
നല്ല മെയ് വഴക്കത്തോടെ കളരിയും അഭ്യാസമുറകളും ഒക്കെ പയറ്റി ഒറ്റയ്ക്കും കൂട്ടുകാരോടുമൊത്ത് അലസമായി ഒരല്പം കള്ളും സേവിച്ച് കളിയും ചിരിയും തമാശയുമായി കളരിയുമായി കഴിഞ്ഞൊരുണ്ണി. കളിയും ചിരിയും തമാശയുമായി കളരിയുമായി കഴിഞ്ഞൊരുണ്ണി. അസ്ത്രവിദ്യയിൽ സമർത്ഥനായി വേട്ടയാടി കാട്ടിൽ രസിച്ചു മന്ദപ്പൻ. അസ്ത്രവിദ്യയിൽ സമർത്ഥനായി വേട്ടയാടി കാട്ടിൽ രസിച്ചു മന്ദപ്പൻ. കളിയും ചിരിയും തമാശയുമായി കളരിയുമായി കഴിഞ്ഞൊരുണ്ണി. ഇങ്ങനെ ആയാൽ പറ്റില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, വേല ചെയ്യേണ്ട സമയത്ത് വേല ചെയ്യണം, അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. നിങ്ങളോടും കൂടി പ്രത്യേകിച്ച് പറഞ്ഞതാണ്. അധ്വാനിച്ച് ജീവിക്കണം, മണ്ണിനെ പൊന്നാക്കി വിള കൊയ്യണം. അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. അതെ, നമ്മുടെ കേരളീയ സംസ്കാരം. അതാണ് കാർഷിക സംസ്കാരം. പണിയെടുത്തു വിളവെടുക്കും കേരള നാട്, കർഷകമണി മുത്തുകൾ പിറന്ന നാട്. പണിയെടുത്തു വിളവെടുക്കും കേരള നാട്, കർഷകമണി മുത്തുകൾ പിറന്ന നാട്. ഹരിതവർണ്ണ ശോഭിതമാം മാമല നാട്. ഹരിതവർണ്ണ ശോഭിതമാം മാമല നാട്. ഞാറ്റുപാട്ടിന്റെ ശീല്, ചക്രപ്പാട്ടിന്റെ വീറ്, മരമടിച്ച് മനം നിറഞ്ഞ ചേറ്റുപാട്ട്. ഞാറ്റുപാട്ടിന്റെ ശീല്, ചക്രപ്പാട്ടിന്റെ വീറ്, മരമടിച്ചു മനം നിറഞ്ഞ ചേറ്റുപാട്ട്. പണിയെടുത്തു വിളവെടുക്കും കേരള നാട്, കർഷകമണി മുത്തുകൾ പിറന്ന നാട്. ഇതെല്ലാം നല്ലവണ്ണം അറിയുന്ന കുമരപ്പൻ ഏതൊരു പിതാവിനെ പോലെ തന്നെ, നമ്മുടെ നാട്ടിലെ അച്ഛനെ പോലെ തന്നെ, ആദ്യം ചൊല്ലിക്കൊടുക്കും, പിന്നെ തല്ലിക്കൊടുക്കും, പിന്നെ അങ്ങ് തള്ളിക്കളയും. ഇത് നാട്ടു നടപ്പാണ്. ഇത്തരം പ്രവൃത്തിയിൽ മന്ദപ്പന്റെ ഈ വേലത്തരങ്ങളിൽ അദ്ദേഹം കോപിഷ്ഠനായി അവന്റെ അമ്മയോട് പറഞ്ഞു, ചോറും പാലും കൊടുക്കരുത്. അമ്മയോ വിലക്കി. പെറ്റമ്മയ്ക്ക് ഒരു മകന് ചോറും പാലും കൊടുക്കരുതെന്ന് അച്ഛൻ പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അമ്മയുടെ മനസ്സ് വിങ്ങി. വാത്സല്യനിധിയായ ചക്കി അവന് രഹസ്യമായി ചോറും പാലും നൽകി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അർദ്ധരാത്രിയോടടുത്ത സമയം വേട്ടയാടി തളർന്നു വന്ന മന്ദപ്പന് തൻ്റെ അമ്പും വില്ലും മുറ്റത്തെ പടർന്ന പ്ലാവിൻ്റെ കവറിൽ വെച്ച് വീട്ടിലേക്ക് പതിവ് പോലെ കയറി. അപ്പൻ കയറിയതും അച്ഛൻ ഈറ്റപ്പുലി പോലെ ചാടി വീണു. അമ്മ അവർക്കിടയിൽ വേദനയോടെ തടുത്തു നിന്നു. വഴക്കായി. പണിയും ത്വരവുമില്ലാതെ കാട് തണ്ടി കുലവും സൽപ്പേരും. എടാ, നീ നശിപ്പിക്കരുത്. മന്ദപ്പൻ ആരുടെ മോനാ? അവനും തിരിച്ചടിച്ചു. പണിയെടുക്കാൻ പണിക്കാരത്തി പറ്റതല്ല, എന്നെ ത്വരമെടുക്കാൻ ഒരു ത്വരക്കാരത്തിയുടെ മോനുമല്ല. ആകെ അവിടെ ബഹളമയം. എന്തിനേറെ അന്നവിടെ ആരും ഉണ്ടില്ല, ഉറങ്ങി. അസ്വസ്ഥനായ അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എങ്ങനെയെങ്കിലും സൂര്യൻ ഉദിച്ചാൽ മതിയെന്നായി. പാവം അമ്മ ഒരു മുറിയിൽ തേങ്ങി തേങ്ങി കരയുന്നു. ആ മന്ദപ്പൻ അസ്വസ്ഥനാകുന്നു. അച്ഛൻ ദേഷ്യം പൂണ്ട് മറ്റൊരു മുറിയിൽ. എന്ത് ചെയ്യും? ഇതിനൊരു അവസ്ഥയ്ക്ക് പരിഹാരം എന്തുണ്ടാകും? അവർ 3 പേരും 3 അവസ്ഥയിലാണ് ആ വീട്ടിൽ കഴിയുന്നത്. നേരം വെളുത്തു. ആ മന്ദപ്പൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. മുറ്റത്തേക്ക് ചെന്ന് ഇറങ്ങുമ്പോൾ കിഴക്ക് ചെന്നിറം പടർന്നിട്ടേയുള്ളൂ. പടർന്ന പ്ലാവിന്റെ പത്തിൽ ആയുധങ്ങൾ അവൻ പതിവ് പോലെ തെരഞ്ഞു. അവന് കാണാൻ കഴിഞ്ഞത് ആയുധങ്ങളല്ല, മുറ്റത്തൊരു കോണിൽ അവ നുറുക്കിയിട്ടിരിക്കുന്നു. ഒരു നിമിഷം മന്ദപ്പൻ നിശ്ചലനായി. അതവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വേദന കടിച്ചമർത്തി അമ്മയോടവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആയുധം പോയതും ആയുസ് പോയതും എനിക്കൊരുപോലെയാണ് എന്ന് പറഞ്ഞുകിട്ട് മന്ദപ്പൻ ആ വീട് വിട്ടിറങ്ങി. ഇടനെഞ്ച് പൊട്ടി
കുട്ടിയമ്മ നിലവിളിച്ചു. പിൻവിളി കേൾക്കാതൽ അവൻ പോയി. കുടിലോ ശോകമുഖമായി മാറി. മന്ദപ്പൻ മുൻവഴി നടന്നു പോയി. മന്ദപ്പൻ മുൻവഴി നടന്നു പോയി. യാത്രക്കിടയിൽ വഴിയിൽ കാളകളെയും തെളിച്ച് കുടകുമല കയറുന്ന കൂട്ടുകാരെ കണ്ട് അവൻ വിളിച്ചു ചൊല്ലി, ഞാനും വരുന്നു. ഏയ്, ഞാനും വരുന്നേ. കൂട്ടുകാർ മന്ദപ്പനെ കൂട്ടാക്കാൻ തയ്യാറായില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട്. ചിലരെ ചിലർ കൂട്ടാക്കില്ല, അവരെ കൂട്ടുചേർക്കത്തില്ല. എന്തോ അവരോടൊരു അസ്വസ്ഥത. അതുപോലെയായിരുന്നു മന്ദപ്പന്റെ അവസ്ഥയും. മന്ദപ്പൻ അവരോട് നിർബന്ധം പിടിച്ചു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവർ അവനെ കൂട്ടി. പക്ഷേ അവനെ എങ്ങനെയെങ്കിലും പുറന്തള്ളണമെന്നുള്ളത് മറ്റു കൂട്ടുകാരുടെ മനസ്സിൽ പുകഞ്ഞുകൊണ്ടേയിരുന്നു. സമയമൊത്തു വന്നപ്പോൾ മദ്യസേവ അവർ തുടങ്ങി ഒരിടത്തിരുന്ന്. അവൻ അല്പം കൂടുതൽ കൊടുത്തു. പാതി വഴിയിൽ അവൻ അബോധാവസ്ഥയിലായി. അവനെ മയക്കി കിടത്തിയിട്ട് ആ കൂട്ടുകാർ അവർ കുടകുമലയിലേക്ക് യാത്രയായി. ആശാനെ, ഇപ്പൊ കടുക് മല എന്നല്ലേ ചോദിക്കില്ല? എനിക്ക് ചേർത്ത് കടുക് മല എന്നാണ്. അവിടെ കടുക് ഒരുപാട് വിളയുന്നതായിരിക്കും. അങ്ങനെയല്ലേ? കടുകുമലയല്ല, പിന്നെ അദ്ദേഹം കേട്ടു കുടകുമല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓ, കുടകും. അക്ഷരങ്ങൾ മാറിയാൽ അർത്ഥം മാറും. അർത്ഥം മാറിയാൽ പിന്നെ ആ സ്ഥലങ്ങളുടെ പേരുകൾക്ക് ഭയങ്കരമായ മാറ്റമാണ് വരുന്നത്. കടുകുമലയല്ല, കുടകുമല. കുടകുമല. മനസ്സിലായി, മനസ്സിലായി. മലകയറ്റമൊക്കെ പണ്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു കടുക് മലയാണെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് സംശയം വന്നാൽ എനിക്ക് ചോദിക്കണമല്ലോ. ചോദിക്കണം, സംശയങ്ങൾ ചോദിച്ചു തന്നെ പോണം. എന്തായാലും ആ കുടകുമലയിലേക്കാണ് അവർ പോയത്. കുടകുമല എന്ന് പറയുന്നത്, ഇനി ശ്രദ്ധിച്ചു കേട്ടോ, കർണാടകയിലാണ്. അവിടെ നിന്ന് കച്ചവടത്തിന് പണ്ടേ ഇറങ്ങിയവരുമായുള്ള സഹവാസത്തിൽ കാസർഗോഡുകാർക്ക് കുടകുമലയോട് പ്രത്യേകമായ ഒരു ആത്മബന്ധമുണ്ട്. അവിടെ പോകേണ്ടതും നമ്മൾ എവിടെയെല്ലാം ടൂർ പോകുന്നു, അവിടെ പോണം, കാണണം. നമ്മുടെ മലയാള സാഹിത്യത്തിലെ പ്രിയ കഥാകാരനായ എൻ പ്രഭാകരൻ സാറിന്റെ വാക്കുകളിലൂടെ കുടകുമലയെക്കുറിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ, കുട പിടിച്ചിടുന്ന ഹരിതമാം വൃക്ഷങ്ങൾ, മണ്ണൊരുക്കിയിടുന്ന കൃഷിക്കാരും, കുട പിടിച്ചിടുന്ന ഹരിതമാം വൃക്ഷങ്ങൾ, മണ്ണൊരുക്കിയിടുന്ന കൃഷിക്കാരും, കുടകർ മലയിലായി മനസ്സു പറക്കുന്നു, കുളിരണി ചാർത്തേകും കാട്ടുപൂച്ചോലയും. കുടകർ മലയിലായി മനസ്സ് പറക്കുന്നു, കുളിരണി ചാർത്തേക കാട്ടുപൂച്ചോലയും. കുട പിടിച്ചിടുന്ന ഹരിതമാം വൃക്ഷങ്ങൾ, മണ്ണൊരുക്കിയിടുന്ന കൃഷിക്കാരും. മദ്യലഹരിയിൽ ബോധം കെട്ടുണർന്ന മന്ദപ്പൻ എണീറ്റ് നോക്കുമ്പോൾ ചുറ്റും തന്റെ കൂട്ടുകാരെ കണ്ടില്ല. തന്നെ പറ്റിച്ചവർ കടന്നു കളഞ്ഞു എന്നവൻ മനസ്സിലാക്കി. സങ്കടവും നിരാശയും നിറഞ്ഞ സമ്മിശ്ര വികാരം. പിന്നെ മന്ദപ്പൻ ഒന്നും നോക്കിയില്ല. അവർ പോയ കുടകുമലയെ ലക്ഷ്യമാക്കി തന്നെ മന്ദപ്പനും അതാ നടന്നു നീങ്ങി. കാളക്കുളമ്പടി കണ്ട് കണ്ടാവഴി, കാടും മലയും കല്ലും മുള്ളും ചവിട്ടി. കാളക്കുളമ്പടി കണ്ട് കണ്ടാവഴി, കാടും മലയും കല്ലും മുള്ളും ചവിട്ടി. നാവു വാരണ്ടു, നാവു വരണ്ടു, കാലു തളർന്നു, വാടിക്കുഴഞ്ഞു അവയവജാലവും. കാളക്കുളമ്പടി കണ്ട് കണ്ടാവഴി, കാടും മലയും കല്ലും മുള്ളും ചവിട്ടി. ക്ഷീണിച്ചവശനായവൻ വല്ലവിധേനയും ആൾപ്പാർപ്പുള്ള ഒരു സ്ഥലത്തെത്തി. ആദ്യമായി കണ്ട വീട്ടിൽ കയറി ചോദിച്ചു, ഒരൽപ്പം
വെള്ളം തരാമോ? തരാലോ. അത് കേട്ട് വാതിൽ തുറന്ന് ഒരു അമ്മ ഉമ്മറത്തേക്ക് ഇറങ്ങി. ആ. അവനെ ഒന്ന് അടിമുടി നോക്കി. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു വീട് തുറന്ന് നോക്ക്, പുറത്തേക്ക് നോക്കാനോ ആരെങ്കിലും സ്വീകരിക്കാനോ ഒന്നും പറ്റൂല. കാലം വല്ലാത്ത മോശമാണ്. പക്ഷേ വാത്സല്യം കനിയുന്ന മുഖം, കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ തൻ്റെ മകനെ പോലെ കണ്ട് അവർ മന്ദപ്പന് കാച്ചിത്തണുപ്പിച്ച പാൽ കൊണ്ടുവന്നു കൊടുത്തു. അതും കുടിച്ച് അമ്മയ്ക്ക് നന്ദിയും പറഞ്ഞ് അവൻ യാത്ര തുടർന്നു. അവന്റെ ലക്ഷ്യം കൂട്ടുകാരാണ്. അതിവേഗതയിൽ കാൽ നീട്ടി വെച്ച് നടന്നു. നാട്ടുവഴികളും കാട്ടുപാതകളും ചവിട്ടി അങ്ങകലെ ആ കുടമണി കിലുക്കം കേട്ടു. അത് കൂട്ടുകാർ തന്നെയാണ് എന്നവൻ ഉറപ്പിച്ചു. എന്നാൽ അവരുടെ കണ്ണിൽപ്പെടാതെ ഒഴിഞ്ഞുമാറി കുടകിനെ ലക്ഷ്യമാക്കി അവൻ വേഗത്തിൽ നടന്നു. ആ വഴിയിൽ എവിടെയോ ആണ് അവന്റെ കതുവനൂരമ്മാവൻ താമസിക്കുന്നതെന്ന് അവന്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഓർമ്മയുണ്ട്. വഴിയിൽ വെച്ച് കണ്ട കാളമ്മൻ എന്ന് പറയുന്ന കുടകനെ അവൻ കണ്ടു. അമ്മാവന്റെ പേര് ചോദിച്ചപ്പോൾ കാളമ്മൻ അറിയാം. കാളമ്മൻ അമ്മാവന്റെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കി. അങ്ങനെ മന്ദപ്പൻ കുറെ കാലമായി കാണാതിരുന്ന തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മാവൻ ഇപ്പൊ തിരിച്ചറിയുമോ എന്ന് സംശയമാണ്. അമ്മായി തിരിച്ചറിയുമോ എന്നതുള്ളത് സംശയമാണ്. എന്നാലും അവനെ കൊണ്ട് ആ സ്ഥലത്തെത്തി. അവൻ അവിടെ നിന്നു. നേരമ്മാവന്റെ പടിക്കലെത്തി. പടിപ്പുര കടന്ന് അകത്തേക്ക് നോക്കി. എന്നിട്ട് അവൻ നീട്ടിയൊരു വിളി. വിളി കേട്ടോടി വന്നതോ സിംഹപരാക്രമിയായ ഒരു പട്ടി. നമ്മളെ സുഗുണനാണെങ്കിൽ പേടിച്ച് വേറെ എവിടെയെങ്കിലും ഒക്കെ ചാടിക്കയറും. പക്ഷേ സമാധാനമായിട്ട് മന്ദപ്പൻ അവിടെ നിന്നു. പട്ടിക്കൊരു സ്വഭാവമുണ്ട്. ഭയങ്കര ദേഷ്യത്തോടെയാണ് വരുന്നത്. കുരച്ചോണ്ടൊക്കെ വരും. നമ്മൾ സമാധാനത്തോടെ നിന്നാൽ പട്ടിയും സമാധാനത്തോടെ നിൽക്കും. പട്ടി കടിക്കൂല. അതൊരു സൈക്കോളജിയാണ്. തീർച്ചയായിട്ടും പട്ടി കടിക്കില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടിയുടെ മുമ്പിൽ ചെന്ന് നോക്കണം. എന്നിട്ട് എൻ്റെ കൂടി വന്ന് കാര്യം പറയണം. നമുക്കത് വിശാലമായിട്ട് ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി ഇത് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കടി കിട്ടിയിട്ടുണ്ട്. കടി കിട്ടാതെ നിന്ന് പട്ടിയെടുത്ത് ചെന്ന് കാര്യമായിട്ട് നിന്നാൽ അത് കടിക്കില്ല. കാര്യമായിട്ട് നിന്നാൽ കടിക്കില്ല. അല്ലെങ്കിൽ കടിക്കും. വല്ല വിധേനയും അങ്ങനെ നമ്മുടെ സുഗുണം പണ്ടൊരിക്കൽ വീട്ടിലെത്തിയതും അവന് വസ്ത്രങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് വേറെ ആരോ ആണ്. പേടിച്ച് മണ്ടയിൽ കയറിയതാണ്. വേറെ വിഷയങ്ങൾ അങ്ങോട്ട് നീട്ടി പറയുന്നില്ല. മന്ദപ്പൻ സധൈര്യം തൊണ്ട പൊട്ടി വിളിച്ചു. വിളി കേട്ട് നേരമ്മായി ഇറങ്ങി വന്നു. അമ്മായി അവന്റെ മുഖത്തേക്ക് നോക്കി. സ്നേഹവാത്സല്യവും കൊതിതീര മോഹവും കൊണ്ടങ്ങ് അമ്മായി മനനിറയെ കാണണ്. സ്നേഹവാത്സല്യവും കൊതിതീര മോഹവും കൊണ്ടങ്ങ് അമ്മായി മനനിറയെ കാണണ്. മങ്ങാട്ടെ മരുമോനെ യാവോളം കാണണ്. സ്വീകരിച്ചങ്ങാനെ പടിപ്പുരയിലിരുത്തണ്. മങ്ങാട്ടെ മരുമോനെ യാവോളം കാണണ്. സ്വീകരിച്ചങ്ങാനെ പടിപ്പുരയിലിരുത്തണ്. സ്നേഹവാത്സല്യവും കൊതിതീര മോഹവും കൊണ്ടങ്ങ് അമ്മായി മരുമോനെ കാണണ്. തന്നെ ചതിച്ചു കിടന്ന കൂട്ടുകാരുടെ കഥയെ അവൻ മറച്ചു വെച്ചുകൊണ്ട് അമ്മായിയോട് പറഞ്ഞു. എൻ്റെ കൂട്ടുകാർ കുടകിന് പോകുന്നുണ്ട്. അവർക്ക് വിശപ്പും ദാഹവും സഹിക്കവയ്യ. അതുകൊണ്ട് അമ്മായി കുറച്ച് അരിയും വിറകും തരണം. കേട്ട മാത്രയിൽ തന്നെ അതൊക്കെ സ്നേഹപൂർവ്വം മന്ദപ്പന് കൊടുത്തു. അതും കൊണ്ട് മന്ദപ്പൻ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഓടുകയാണ്. പക്ഷെ അവർ മന്ദപ്പന്റെ വരവിൽ പേടിച്ചു വിറച്ചു. കൂട്ടുകാർ നോക്കുമ്പോൾ മന്ദപ്പൻ വരുന്നു. തങ്ങളെ ചതിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വഴക്കിടാനായിരിക്കാമെന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ മന്ദപ്പൻ അവിടെ എത്തി. മന്ദപ്പന്റെ ആ വരവ് കണ്ട് കുറച്ചുപേര് ഒളിച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ മന്ദപ്പൻ അമ്മായി കൊടുത്ത അരിയും വിറകും അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് അവൻ തിരിച്ചു നടക്കാൻ തുടങ്ങി. പശ്ചാത്താപത്താൽ കൂട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ മന്ദപ്പനെയാണോ നമ്മൾ മദ്യം കൊടുത്ത് ബോധം കെടുത്തി കിടത്തിയത്? അവർ ആത്മാർത്ഥമായി വിളിച്ചു, മന്ദപ്പാ, മന്ദപ്പാ. വീണ്ടും വിളിച്ചു, മന്ദപ്പാ. മന്ദപ്പൻ കേട്ടതായി പോലും അത് ഭാവിച്ചില്ല. അതാണ് നാം പഠിക്കേണ്ടത്. മറ്റുള്ളവരെ പോലെ നമ്മളും ആകരുത്. നമുക്കെതിരെ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവനെ ചതിയിലൂടെ നമ്മൾ നശിപ്പിക്കുകയല്ല വേണ്ടത്.
അവനുണ്ടായ തെറ്റിനെ തിരുത്താൻ നാം ശ്രമിക്കണം. മന്ദപ്പൻ അവർക്കുണ്ടായ തെറ്റിനെ സ്നേഹപൂർവ്വമുള്ള ആ പ്രതികരണത്തിലൂടെ മാറ്റിയെടുക്കാനാണ് മന്ദപ്പൻ ശ്രമിച്ചത്. കൂട്ടുകാരുടെ ആ മനസ്സുകൾ വിങ്ങിപ്പൊട്ടി. ഈ മന്ദപ്പൻ നമുക്ക് ആവശ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ മന്ദപ്പനെ അവർ വീണ്ടും വിളിച്ചു. മന്ദപ്പ വരിക, നമ്മുടെ അടുത്തേക്ക് വരിക എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും അവരവർ ചെയ്യുന്ന തെറ്റുകൾ അതിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അവരവർ ചെയ്യും തെറ്റുകളൊക്കെ നമുക്കു തന്നെ വിനയാകും. അവരവർ ചെയ്യും തെറ്റുകളൊക്കെ നമുക്കു തന്നെ വിനയാകും. ശരിയും തെറ്റും കണ്ടറിയണം, നല്ലതു മാത്രം കൊള്ളേണം. ശരിയും തെറ്റും കണ്ടറിയണം, നല്ലതു മാത്രം കൊള്ളേണം, നല്ലതു മാത്രം കൊള്ളേണം. മടങ്ങിയെത്തുമ്പോൾ അവന് കാണാൻ കഴിഞ്ഞത് അമ്മാവനെയും മകൻ അണ്ണുക്കനെയുമാണ്. അമ്മാവൻ മന്ദപ്പനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ മനസ്സിൽ എത്രയോ വർഷങ്ങളായി കാണാൻ തരുന്നത് ആ കഴിഞ്ഞകാല സ്മൃതികൾ ഓരോന്നോരോന്നായി ഉണർന്നു. കുടകുമലക്കാട്ടിലെ പൂമരങ്ങൾ പലവട്ടം പൂത്തു തളിർത്തു. കുടകുമലക്കാട്ടിലെ പൂമരങ്ങൾ പലവട്ടം പൂത്തു തളിർത്തു. നീലവാനം മെല്ലെ മെല്ലെ കരഞ്ഞു ചിരിച്ചു. നീലവാനം മെല്ലെ മെല്ലെ കരഞ്ഞു ചിരിച്ചു. അമ്മാവനെയും അമ്മായിയെ സംബന്ധിച്ച് മന്ദപ്പനും അണ്ണുക്കനും രണ്ടും രണ്ടല്ല. നിങ്ങൾ കണ്ടുപഠിക്കേണ്ട ഒരു പാഠമാണ്. മക്കളെയും മരുമക്കളെയും ഒരുപോലെ സ്നേഹിക്കണം. അമ്മാവൻ ചെയ്തെന്താണെന്നോ, സ്വത്തുക്കൾ രണ്ടുപേർക്കും തുല്യമായി പകുത്തു നൽകി. ഇന്നത്തെ അമ്മായിമാരാണെങ്കിൽ ഉടനെ തന്നെ അമ്മാവനെ പുറത്താക്കും. പക്ഷെ അമ്മായി അമ്മാവനോടൊപ്പം ചേർന്ന് നിന്നു. അതെ, ചേർന്ന് നിന്ന് ആ മരുമകനും കൊടുക്കേണ്ടത് കൊടുക്കണം എന്ന് വാശി പിടിച്ചു പറഞ്ഞു. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി മന്ദപ്പനോട് പറഞ്ഞു. മന്ദപ്പ, നീ എത്രയോ കാലം കഴിഞ്ഞാണ് ഇവിടേക്ക് എത്തുന്നത്. നിന്നെ അമ്മാവൻ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇന്നാണ് നിന്റെ അമ്മാവന്റെ സ്നേഹത്തെ ഞാൻ തൊട്ടറിയുന്നത്. ഞാൻ അതുകൊണ്ട് ഈ വസ്തുവകയിൽ നിനക്ക് നൽകുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പിന്നെ ഒരു ഉപദേശം കൂടി കൊടുത്തു. മന്ദപ്പ, കയ്യിൽ കാശില്ലെങ്കിൽ ആണിന് വിലയില്ലട മകനെ. 10 പണം ഞാൻ തരാം. നീ എള്ളു വാങ്ങി എള്ളാട്ടി എള്ളെണ്ണ കുടകങ്ങാടിയിൽ വിറ്റ് കാശ് സമ്പാദിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കുടക് അങ്ങാടിയിൽ എണ്ണ വിറ്റ് പണക്കാരാകാൻ അമ്മായിയുടെ നിർദ്ദേശവും അമ്മാവന്റെ നിർദ്ദേശവും അനുസരിച്ച് അവൻ ആ തൊഴിലിലേക്ക് ഇറങ്ങി. എണ്ണ വിറ്റ് കൈ നിറയെ കാശവൻ നേടി. ഒരു ദിവസം അവൻ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ആരോ പറയുകയാണ്, വെങ്കുടയ്യൻ മുപ്പന്റെ കുടകുപട ഉടൻ തന്നെ യുദ്ധത്തിന് വരുന്നു എന്ന വാർത്ത. വാർത്ത കേട്ട മന്ദപ്പന്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർവാഞ്ഞു. പടയാണ്, തന്റെ നാടിനെ നശിപ്പിക്കുവാൻ വേണ്ടി വെങ്കുടയ്യൻ മുപ്പൻ വരികയാണ്. കരുതിയിരിക്കണമല്ലോ എന്ന് ചിന്തിച്ച് അവന് കയ്യിൽ കിട്ടിയ പൈസ കൊണ്ട് 5 കെട്ടി കന്നിയമ്പും കണയമ്പും അരക്കൻ വില്ലും വാങ്ങി പോരും വഴിക്ക് അവൻ ആ കാഴ്ച കണ്ടു. യുദ്ധത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ട് അവൻ വരുന്നത്. പക്ഷേ വഴിയിൽ ആ കാഴ്ച അവനെ അല്പസമയം നിശ്ചലനാക്കി. വിധുമണ്ഡലം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് എന്നൊരു തോന്നലവനുണ്ടായി. വിധുമണ്ഡലം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണോ എന്ന് അവന് തോന്നി. ഇത് പറയുമ്പോഴേ ഉഗ്രതാപസനായ ദുർവാസാവ് മഹർഷിക്ക് പോലും പെണ്ണിനെ കണ്ടപ്പോ മനസ്സിൽ ചാഞ്ചല്യമുണ്ടായി. ഉർവശിയെ പോലും കണ്ടപ്പോ, അപ്പോ ഇവിടെ നമ്മുടെ പാട്ടുകാരനെ പോലെ തന്നെ മന്ദപ്പന് അത് ഉണ്ടായതില് യാതൊരുവിധ തെറ്റുമില്ല. തീർച്ചയായും കൊന്നപ്പൂലഞ്ഞ പോലെ
കറുകപ്പുൽ തുമ്പു കടിച്ചു തുപ്പി. കൊന്നപ്പൂ പൂത്തൂലഞ്ഞ പോലെ കറുകപ്പുൽ തുമ്പു കടിച്ചു തുപ്പി. നിൽക്കുന്നൊരു പെണ്ണ് കന്നിപ്പെണ്ണ്, മലരമ്പൻ പോലും കോതിക്കും പെണ്ണ്. അവളാണ് വേളാർകോടു ചെമ്മരത്തി, അവളാണ് വേളാർകോടു ചെമ്മരത്തി. കൊന്നപ്പൂ പൂത്തൂലഞ്ഞ പോലെ കറുകപ്പുൽ തുമ്പു കടിച്ചു തുപ്പി. അവൻ അവളോട് ചോദിച്ചു, ഇത്തിരി വെള്ളം തരുമോ? ഹോ, എന്താ ചൊല്ലണേ? വഴിയോരത്ത് ആരെങ്കിലും വെള്ളം വെച്ചിരിക്കുമോ? എന്റെ കുടിയിൽ വന്നാൽ തരാം. മന്ദപ്പൻ അവളെ അനുഗമിച്ചു. അവൾ മന്ദപ്പന് മതിയാവോളം കുളിർത്തണ്ണീർ നൽകി. വെള്ളം കുടിച്ച് തൃപ്തയായി യാത്ര പറഞ്ഞിറങ്ങി. നേരമായി അവനെയും കാത്ത് പടിപ്പുരയിൽ ഇരിക്കുകയാണ്. ഇന്നത്തെ തലമുറയാണെങ്കിൽ താമസിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ കള്ളം പറയും. പക്ഷേ മന്ദപ്പൻ നേരായി തന്നെ പറഞ്ഞു, ഒന്നും മറച്ചു വച്ചില്ല, ഉള്ളം തുറന്നു തന്നെ പറഞ്ഞു. ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരു പെണ്ണിനെ കണ്ടു. അവളുടെ പേര് ചെമ്മരത്തി എന്നാണ്. എനിക്കവളെ ഇഷ്ടപ്പെട്ടു. വിവാഹം കഴിച്ചു തരാൻ അമ്മായി അമ്മാവനോട് പറയണം. അമ്മാവൻ വന്നു. അമ്മായി ഈ വാർത്ത അമ്മാവനെ അറിയിച്ചു. ഏറെ താമസിയാതെ തന്നെ അവന്റെ ആഗ്രഹം പോലെ ചെമ്മരത്തിയുടെ മാംഗല്യം നടത്തി. വീട്ടിൽ വലതുകാൽ വെച്ച് കയറി വന്ന വധുവിനോട് അടുത്തു വിളിച്ച് അമ്മായി പറഞ്ഞത് ഇന്നത്തെ തലമുറ പഠിക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന പെണ്ണിനോട് പറയേണ്ടത് ഇവിടത്തെ വസ്തുവകളെ കുറിച്ചോ ആഭരണത്തിന്റെ കണക്കിനെ കുറിച്ചോ അല്ല, തൻ്റെ മകന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്, അതറിഞ്ഞ് നീ അവനോടൊപ്പം പെരുമാറിപ്പോണം. അതുപോലെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോകുമ്പോൾ ആ പെണ്ണിന്റെ അമ്മയോ അച്ഛനോ പറയണം, അവൾക്ക് ഇങ്ങനെ അല്പസ്വല്പ ദുർവാശിയൊക്കെ ഉണ്ട്, അത് പ്രായത്തിന്റെ കുഴപ്പമാണ്, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും എന്ന് പറയുമ്പോൾ അവർ സ്വയം മനസ്സിലാക്കി ജീവിക്കും. യാതൊരുവിധ ആ കുടുംബ കലഹവും അവിടെ ഉണ്ടാവില്ല. ആ അമ്മായി അവളെ വിളിച്ച് അവളുടെ ചെവിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു, കേൾപ്പതുണ്ടോ നീ മകളെ ചെമ്മരത്തി, പെറ്റിട്ടെനിക്ക് 10 വലതും മക്കളില്ല. കേൾപ്പതുണ്ടോ നീ മകളെ ചെമ്മരത്തി, പെറ്റിട്ടെനിക്ക് 10 വലതും മക്കളില്ല. പെറ്റ കണക്കെ പോറ്റീന്ന് ഞാൻ എൻ്റെ മന്ദപ്പന്, മലനാട്ടിലെങ്ങാനും ഉള്ളവനാണ് എൻ്റെ മന്ദപ്പൻ. പെറ്റ കണക്കെ പോറ്റീന്ന് ഞാൻ എൻ്റെ മന്ദപ്പന്, മലനാട്ടിലെങ്ങാനും ഉള്ളവനാണ് എൻ്റെ മന്ദപ്പൻ. കേൾപ്പതുണ്ടോ നീ മകളെ ചെമ്മരത്തി, പെറ്റിട്ടെനിക്ക് 10 വലതും മക്കളില്ല. അവന് വേറെ കുഴപ്പമൊന്നുമില്ല, പൈച്ചാൽ പെട്ടെന്ന് അരിശം വരും. അതുകൊണ്ട് അവനെ വിശക്കാതെ നീ നോക്കണം. പാല് ചോദിച്ചാൽ പാല് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം പിന്നെ പശുക്കളൊക്കെ ഉള്ളത് കൊണ്ട് പാല് ധാരാളം അവിടെ കിട്ടും. അതുകൊണ്ട് അതെല്ലാം നീ കൊടുത്ത് തൃപ്തയാക്കണം. അവന് വിശന്നാൽ ദേഷ്യം വരും. അവൾ അതനുസരിച്ച് അവനെ പൊന്നുപോലെ കൊണ്ടുപോയി. അതുകൊണ്ട് അവിടെ അമ്മായി പോരുണ്ടായില്ല, നാത്തൂൻ പോരുണ്ടാവാൻ നാത്തൂനില്ല. നല്ല സന്തോഷമായിട്ട് അവർ പോയി. അങ്ങനെ സ്നേഹം ആ വീട്ടിൽ നിറഞ്ഞു നിന്നു. ഉലകത്തിന് ഉയിരായ ദിവ്യമായ ആ സ്നേഹത്തെ ഊട്ടി വളർത്തുവാൻ അമ്മായി ആ മരുമകളെ പഠിപ്പിച്ചു. മരുമകൾ അതനുസരിച്ച് മന്ദപ്പനെ ഊട്ടി വളർത്തി. അങ്ങനെ സ്നേഹസമ്പന്നരായി അവർ ആ കുടുംബത്തിൽ വളർന്നു. ആ സ്നേഹം നമുക്കും ഉണ്ടാകണം. അത്തരത്തിലുള്ള സ്നേഹമാണ് നമ്മളുടെ ലോകത്തെ നിലനിർത്തുന്നത്. ഉള്ളൂർ പരമേശ്വരൻ അയ്യർ പറഞ്ഞതുപോലെ ഈ ലോകത്തിന് ഒരൊറ്റ മതമുണ്ട്, ഉലകിനുയിരായ, അതൊന്നാണ് പ്രേമം. പ്രേമം എന്ന് പറഞ്ഞാൽ ദിവ്യമായ ആ സ്നേഹം. മനുഷ്യനൊന്നേ, മതങ്ങളൊന്നേ, നിറങ്ങളൊന്നാണേ, ഇവിടെ നിറങ്ങളൊന്നാണേ.
മനുഷ്യനൊന്നേ മതങ്ങളൊന്നേ നിറങ്ങളൊന്നാണേ ഇവിടെ നിറങ്ങളൊന്നാണേ ഈശ്വരനൊന്നേ വിശ്വാസമൊന്നേ സ്നേഹമന്ത്രവുമൊന്നാണേ സ്നേഹപ്പൂക്കളുമൊന്നാണേ ഈശ്വരനൊന്നേ വിശ്വാസമൊന്നേ സ്നേഹമന്ത്രവുമൊന്നാണേ സ്നേഹപ്പൂക്കളുമൊന്നാണേ സോദരരൊന്നേ കുടുംബമൊന്നേ പ്രകൃതിയൊന്നാണേ ഇവിടെ പ്രകൃതിയൊന്നാണേ സോദരരൊന്നേ കുടുംബമൊന്നേ പ്രകൃതിയൊന്നാണേ ഇവിടെ പ്രകൃതിയൊന്നാണേ ലോകം ഒന്ന് സുഖവും ഒന്ന് ഹൃദയതാളവുമൊന്നാണേ ഹൃദയമന്ത്രവുമൊന്നാണേ ലോകം ഒന്ന് സുഖവും ഒന്ന് ഹൃദയതാളവുമൊന്നാണേ ഹൃദയമന്ത്രവുമൊന്നാണേ മനുഷ്യനൊന്നേ മതങ്ങളൊന്നേ നിറങ്ങളൊന്നാണേ ഇവിടെ നിറങ്ങളൊന്നാണേ. മലകളിൽ മഞ്ഞ് പെയ്തു, മഴ പോയി വെയിൽ തിളങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ ചെമ്മരത്തിക്ക് അവനോടുള്ള ഇഷ്ടം കുറഞ്ഞു വന്നു. മന്ദപ്പൻ വ്യാപാരത്തിൽ സമ്പന്നനായപ്പോൾ അവന്റെ വരവിൽ താമസമുണ്ടായി. അവൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടായി. അവനെ കാണുമ്പോൾ തന്നെ അവൾ പരിഭവം പറയാൻ തുടങ്ങി. ഉള്ളതും ഇല്ലാത്തതുമൊക്കെ അവന്റെ മേൽ അവൾ ആരോപിക്കാൻ തുടങ്ങി. മന്ദപ്പൻ അത് സഹിച്ചില്ല. കൺമണിയെപ്പോലെ കാത്തു സൂക്ഷിച്ച ആ ചെമ്മരത്തി മന്ദപ്പനെ ചില കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി. ഒരു ദിവസം ചോറുണ്ണാനിരുന്ന മന്ദപ്പനെ അവൾ കുത്തുവാക്ക് പറഞ്ഞ് വിഷമിപ്പിച്ചു. വേലയും കൂലിയുമില്ലാതെ എത്ര നാളിങ്ങനെ നടക്കാൻ പറ്റും? കരിവീട്ടിൽ കാതൽ പോലുള്ള തടി, പിന്നെ എന്തിനിതുകൊണ്ട് നടക്കുന്നു? അത് കേട്ടതും മന്ദപ്പന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിത്തെറിച്ചു. ഈ സമയത്താണ് പുറത്ത് വെങ്കുടയൻ മൂപ്പന്റെ പടയൊരുക്കം അവൻ കേൾക്കുന്നത്. അവൻ കഴിച്ചുകൊണ്ടിരുന്ന ആ ചോറുരുള ദുശകുനമെന്ന മട്ടിൽ രണ്ടായി പിളർന്നു. അതിൽ ഒരു തലമുടി പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴേ അവന് വല്ലായ്മ തോന്നി. എന്തോ സംഭവിക്കാൻ പോകുന്നു. ചാടി എണീറ്റ് അവൻ വാതിൽപ്പടിയിലേക്ക് നിന്നു. വാതിൽ അവന്റെ തലമുട്ടി ഒരിറ്റ് ചോര പൊടിഞ്ഞു. അതും അവന് മോശമായ അനുഭവമായി തോന്നി. എങ്കിലും യുദ്ധത്തിനെതിരായിട്ട് അവൻ നിൽക്കണം, തന്റെ നാടിനെ രക്ഷിക്കണം, വെങ്കുടയ്യൻ മൂപ്പനെ തോൽപ്പിക്കണം എന്ന് തോന്നി. വെങ്കുടയ്യൻ മൂപ്പന്റെ കുടകുടയുടെ പടവിളി അവൻ ചുഴലി ഭഗവതിയെ ആത്മാർത്ഥമായി മനസ്സിൽ വിളിച്ചു. എന്റെ ചുഴലി ഭഗവതിയെ, കൊല്ലാത്ത സമയത്താണല്ലോ പടവിട്ട്. അവൻ സ്വയം മന്ത്രിച്ചു. മടിച്ചു നിൽക്കാൻ പറ്റില്ല. നാടിനെയും നാട്ടാരെയും കുന്നിനെയും കൃഷിയെയും കാത്തേ മതിയാവൂ. അവൻ അമാന്തിച്ചില്ല, ചാടിയിറങ്ങി. അവൻ അമ്പും വില്ലും തോളിലേറ്റി അവൻ അതാ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. അമ്പും വില്ലും തോളിലേറ്റി അങ്കക്കലിയിൽ ഉയർന്നു ചാടി കുതിച്ചു പാഞ്ഞു മന്ദപ്പൻ. കരുത്തരാകും കുടകുപടയെ നേരിട്ടു, കരുത്തരാകും കുടകുപടയെ നേരിട്ടു. അമ്പും വില്ലും തോളിലേറ്റി അങ്കക്കലിയിൽ ഉയർന്നു ചാടി കുതിച്ചു പാഞ്ഞു മന്ദപ്പൻ. കരുത്തരാകും കുടകുപടയെ നേരിട്ടു, കരുത്തരാകും കുടകുപടയെ നേരിട്ടു. പതിഞ്ഞ് അമർന്ന് അവൻ അതാ പടവെട്ടുന്നു. അടവുകൾ 18 പയറ്റി. അവന്റെ കണ്ണുകൾ തീജ്വാലയായി, ശ്വാസം കൊടുങ്കാറ്റായി, ഉടൽ ഇടിമിന്നലായി, വിയർപ്പ് കടലായി. മെയ് കരുത്താൽ ശത്രു സൈന്യത്തെ അവൻ നേരിട്ടു. കളരി പരമ്പര ദേവതകളെ മനസ്സിലാവാകിച്ച് ആ നിറഞ്ഞുറഞ്ഞ് അവനൊരു തെയ്യാട്ടമായി മാറി. വിജയശ്രീലാളിതനായ മന്ദപ്പൻ ഉദിച്ചുയർന്ന 1000 സൂര്യ തേജസ്സായി പുരുഷാരത്തിന് മുമ്പിൽ ജ്വലിച്ചു.
വീരനാൽ മന്ദപ്പൻ നീണാൽ വാഴട്ടെ. എവിടെ നിന്നോയൊക്കെ ആ വിജയശ്രീ ലാളിതനായ മന്ദപ്പന് വേണ്ടിയുള്ള ആ വിജയഭേരി മുഴങ്ങി. വീരനാൽ മന്ദപ്പൻ നീണാൽ വാഴട്ടെ. എന്നാൽ എവിടെയോ ഒരു വേദന. അവൻ പരതി. ഇടതുകൈയിലെ മോതിര വിരൽ യുദ്ധത്തിനിടയിൽ അറ്റുപോയിരിക്കുന്നു. വിരലിൽ പൊന്നണിയിച്ച തന്റെ കരളായ ചെമ്മരത്തിയെ ഈ നിമിഷം അവൻ ഓർത്തു. പൊയ്ത്തിനിറങ്ങിയപ്പോൾ അശ്രീകരം ചൊല്ലിയവൾ, എന്നാലും എന്റെ ചെമ്മരത്തിയെ, നിന്നെ ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ചു. എന്നെ നീ സംശയിച്ചു, എങ്കിലും നീ എന്നോട് ഇത് കാണിച്ചല്ലോ. അവന്റെ മനസ്സു തേങ്ങി, വല്ലാതെ വേദനിച്ചു. ഈ ജയത്തേക്കാൾ അവൻ തീരുമാനിച്ചു, ഈ ജയത്തേക്കാൾ ശത്രുവിന്റെ വാളിന് ഇരയാകുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇനി ഒരു നിമിഷവും അമാന്തിക്കാൻ പാടില്ല. യുദ്ധത്തിന് പോവുക തന്നെ ചെയ്യാം. ആ തീരുമാനത്തിൽ അവൻ എത്തിച്ചേർന്നു. ഒട്ടും താമസിച്ചില്ല. ആയുധം കയ്യിലേന്തി കൊടുങ്കാറ്റ് പോലെ അലറി വിളിച്ചു. ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് പിരിമാറു കാട്ടി അവൻ നിറഞ്ഞു നിന്നു. ഈ സന്ദർഭം വെങ്കുടയ്യൻ മൂപ്പന്റെ കൂട്ടുകാർ നോക്കി നിന്നു. അവനെ തുണ്ടം തുണ്ടമായി വെട്ടിയിട്ടു. മഹാകവി കുമാരനാശാന്റെ നായികയായ വാസവദത്തയുടെ അവയവങ്ങൾ വെട്ടിയിട്ട വാഴത്തറ പോലെ കിടന്നു എന്ന് കരുണാ ഖണ്ഡകാവ്യത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ മന്ദപ്പനെ വെങ്കുടയ്യൻ മൂപ്പന്റെ സൈന്യം വെട്ടി നുറുക്കിയിട്ടിരിക്കുന്നു. നാടറിഞ്ഞ്, നാട്ടാരറിഞ്ഞ്, അരിങ്കൊല അറിഞ്ഞ് നേരമ്മാവനും നേരമ്മായി മച്ചുനൻ അണ്ണുക്കനും അലമുറയിട്ട് അവിടേക്ക് ഓടിയെത്തി. കണ്ണീരും കയ്യുമായി അവർ മന്ദപ്പന് അവിടെ തന്നെ ചിതയൊരുക്കി. അതാ തീ ആളിപ്പടർന്നു. ആ സമയം ഇതെല്ലാം എവിടെ നിന്നോ അറിഞ്ഞ ചെമ്മരത്തി പണ്ട് പാണ്ഡ്യനഗരം ചുട്ടരിച്ച കണ്ണകിയെ പോലെ അവൾ തീപാറും കണ്ണുകളുമായി അലഞ്ഞ് എവിടെ നിന്നൊക്കെയോ ഓടി നടന്ന് അഴിഞ്ഞ മുടിയും വാരിക്കെട്ടാതെ ഓടി അവന്റെ അടുത്തേക്കെത്തി. ഒരു ഭ്രാന്തിയെ പോലെയായി. എല്ലാവരും നോക്കി നിൽക്കെ ആ ചിതാഗ്നിയിലേക്ക് അവളും എടുത്തു ചാടി. തീജ്വാലകൾ മന്ദപ്പന്റെ ദേഹത്തിലൂടെ ചെമ്മരത്തിയുടെ ദേഹത്തിലേക്കും പടർന്നു കയറി. ആകാശം അഗ്നിവർണമായി. അവൾ അവനോടൊപ്പം വെന്തു വെണ്ണീറായി. ശവദാഗം കഴിഞ്ഞവർ മടങ്ങുകയായി, തീരാ ദുഃഖത്തിൻ കനലുമായി. എല്ലാം കഴിഞ്ഞ് പതിയെ നടന്നവർ പുഴക്കരയിലെത്തി. അതാ ആ കടവിൽ മന്ദപ്പനും ചെമ്മരത്തിയും നിന്ന് കുളിക്കുകയാണ്. ഇപ്പോൾ എരിഞ്ഞടങ്ങിയ ചെമ്മരത്തിയും മന്ദപ്പനും കുളിക്കുകയാണെന്ന് അവർക്ക് തോന്നി. ഇത് സത്യം മിഥ്യയോ? കണ്ണുകളെ വിശ്വസിക്കാനാകുന്നില്ല. എന്താണ് കാണുന്നത്? മല ദൈവങ്ങളെ, എന്റെ ചുഴലി ഭഗവതിയെ! ആ മായക്കാഴ്ച കണ്ട് അണ്ണുക്കൻ നടുങ്ങി. അടുത്തെത്തിയപ്പോൾ കണ്ടത് നനഞ്ഞ കല്ലും ആ കടവും ഭൂമിയും പുല്ലും മാത്രം. കതിവനൂർ അവരുടെ വീട്ടിലെത്തുന്നതുവരെ ഇത്തരത്തിലുള്ള മായക്കാഴ്ചകൾ ഓരോന്നോരോന്നായി തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അവരുടെ മനസ്സിൽ മന്ദപ്പനും ചെമ്മരത്തിയും ജീവിക്കുന്നു എന്നൊരു തോന്നൽ. വല്ല വിധേനയും വീട്ടിലെത്തിയവർ അത് കണ്ട് നടുങ്ങി. വീട്ടുപടിക്കലുള്ള കദളി വാഴമേൽ മന്ദപ്പന്റെ അറ്റുതെറിച്ച വിരലും മോതിരവും പടിഞ്ഞാറ്റെ ആമേണപ്പലയിൽ തൊട്ടപ്പോൾ അണ്ണൂക്കൻ മന്ദപ്പന്റെ മച്ചുനനായ അണ്ണൂക്കന്റെ ഉടലാകെ വിറച്ചു. വെളിപാടുകൾ ഉതിർന്നു വീണു. മന്ദപ്പൻ കതിവനൂർ വീരൻ തെയ്യമായി മാറി. അണ്ണൂക്കനിലൂടെ അവൻ ഉറഞ്ഞാടി. വീരഗാഥകൾ പാടിസ്തുതിച്ച ജനഹൃദയങ്ങൾ കതിവനൂർ വീരന്റെ തെയ്യം ഇന്നും തുള്ളിയാടുന്നു. പൂർവിക സ്മരണയും ശക്തിയും സമ്മേളിച്ചുകൊണ്ടുള്ള ആവേശോജ്വലമായ കതിവനൂർ വീരൻ നമ്മുടെ ഹൃദയമുറ്റത്തെ ചെമ്മരത്തി തറയാക്കി ഉറഞ്ഞുതുള്ളുന്നു. അതെ, ഇക്കഥ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഞങ്ങൾ പറയുന്നു, കർണാടകയിലെ
കുടകിലെ കതിവന്നൂരിൽ നിങ്ങൾ പോകണം. ഇക്കഥ അറിയണം. ജീവിതകാലത്ത് ലഭിക്കാതെ പോയ അംഗീകാരം ദൈവതുല്യമായ ആരാധനയായി ആ യോദ്ധാവിന് ലഭിച്ച കഥ. പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ സവിധത്തിൽ നമ്മൾ എല്ലാവരും പോകാറുണ്ട്. അവിടെയുള്ളവർ ഇപ്പോഴും ഇത് പറയും. ഇതൊരു കഥയല്ല, നടന്നതാണ്, നടന്ന സംഭവമാണ്. മന്തപ്പൻ ഈ മണ്ണിൽ ജീവിച്ചവനാണ്. ഇന്നും അവൻ നമ്മിലൂടെ ജീവിക്കുന്നു. അവൻ മണ്ണിനെ സ്നേഹിച്ചവനാ, മനുഷ്യനെ സ്നേഹിച്ചവനാ, സത്യത്തെ മുറുകെ പിടിച്ചവനാ. അതാണ് മന്തപ്പൻ. എന്നിട്ടും ജീവിച്ചിരുന്നപ്പോൾ അവനെ ആരും മനസ്സിലാക്കിയില്ല. ആ വേദന കുടകുമലയിലെ കിളികൾക്കറിയാം, അവിടത്തെ പൂവിനറിയാം. ഇതൊന്നും അന്ധവിശ്വാസങ്ങളല്ല. നമ്മുടെ ഓരോ ഭാവങ്ങളും ചിന്തകളും മൺമറഞ്ഞുപോയവരുടേതാണ്. അതാണ് സൈക്കോളജിക്കലായി ജീൻ എന്ന് പറയുന്നത്. വിശ്വാസം നമുക്ക് വേണം. പരസ്പരം കരുതലോടുകൂടി നാം ജീവിക്കണം. അത് ജീവിതത്തിൽ വിജയമായി മാറും, ലോകത്തിന്റെ രക്ഷാ പൂമരമായി മാറും. നന്ദി സഹൃദയരെ, നന്ദി, നന്ദി, നന്ദി. വണ്ണാന്മാർ കെട്ടിയാടി വരുന്നേ, തീയോന്മാർ നെഞ്ചിൽ തൊട്ടാരാധിക്കുന്നേ. വണ്ണാന്മാർ കെട്ടിയാടി വരുന്നേ, തീയോന്മാർ നെഞ്ചിൽ തൊട്ടാരാധിക്കുന്നേ. ധീരനാം മന്തപ്പനേ, കതിവന്നൂർ വീരനേ. ധീരനാം മന്തപ്പനേ, കതിവന്നൂർ വനേ. പന്തങ്ങൾ വാഴത്തടകൾ പലവർണ്ണ ചായങ്ങൾ. പന്തങ്ങൾ വാഴത്തടകൾ പലവർണ്ണ ചായങ്ങൾ. ചെമ്മരത്തി തറയരികിൽ ചുറ്റും വട്ടമിട്ടു പറക്കുന്നേ. ചെമ്മരത്തി തറയരികിൽ ചുറ്റും വട്ടമിട്ടു പറക്കുന്നേ. ആഗ്രഹങ്ങൾ നൽകുന്നേ, കാടുമലയും കാക്കുന്നേ. ആഗ്രഹങ്ങൾ നൽകുന്നേ, കാടുമലയും കാക്കുന്നേ. മനുഷ്യ നന്മ കൊതിക്കുന്നേ, കതിവന്നൂർ വീരൻ. മനുഷ്യ നന്മ കൊതിക്കുന്നേ, കതിവന്നൂർ വീരൻ. കതിവന്നൂർ വീരൻ, നമ്മുടെ കതിവന്നൂർ വീരൻ. കതിവന്നൂർ വീരൻ, നമ്മുടെ കതിവന്നൂർ വീരൻ. വണ്ണാന്മാർ കെട്ടിയാടി വരുന്നേ, തീയോന്മാർ നെഞ്ചിൽ തൊട്ടാരാധിക്കുന്നേ. വണ്ണാന്മാർ കെട്ടിയാടി വരുന്നേ, തീയോന്മാർ നെഞ്ചിൽ തൊട്ടാരാധിക്കുന്നേ. ധീരനാം മന്തപ്പനേ, നമ്മുടെ കതിവന്നൂർ വീരനേ. ധീരനാം മന്തപ്പനേ, നമ്മുടെ കതിവന്നൂർ വീരനേ. പന്തങ്ങൾ വാഴത്തടകൾ പലവർണ്ണ ചായങ്ങൾ. പന്തങ്ങൾ വാഴത്തടകൾ പലവർണ്ണ ചായങ്ങൾ. ചെമ്മരത്തി തറയരികിൽ ചുറ്റും വട്ടമിട്ട് പറക്കുന്നേ. ചെമ്മരത്തി തറയരികിൽ ചുറ്റും വട്ടമിട്ട് പറക്കുന്നേ. ആഗ്രഹങ്ങൾ നൽകുന്നേ, കാടുമലയും കാക്കുന്നേ. ആഗ്രഹങ്ങൾ നൽകുന്നേ, കാടുമലയും കാക്കുന്നേ. മനുഷ്യ നന്മ കൊതിക്കുന്നേ, കതിവന്നൂർ വീരൻ. മനുഷ്യ നന്മ കൊതിക്കുന്നേ, കതിവന്നൂർ വീരൻ. കതിവന്നൂർ വീരൻ, നമ്മുടെ കതിവന്നൂർ വീരൻ.
കതിവന്നൂർ വീരൻ, നമ്മുടെ കതിവന്നൂർ വീരൻ, കതിവന്നൂർ വീരൻ, കതിവന്നൂർ വീരൻ, കതിവന്നൂർ വീരൻ, കതിവന്നൂർ വീരൻ, കതിവന്നൂർ വീരൻ.